ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ 4-year ബേബീൻ്റെ ഒരു സൽവാർ സെറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അതിനായിട്ട് നമ്മൾ 2 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലേസ് ഒരു 4 മീറ്ററോളം ലേസും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 4.5 ഇഞ്ചാണ് ഷോൾഡർ. ആം ഹോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് റൗണ്ടായിട്ട് നമ്മൾ 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിലൂടെ ഒരു 1.5 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വേസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് വരുന്നത് 6 തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സിം അലവൻസും കൂടി ചേർത്ത് 7.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്ലിറ്റ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിഭാഗത്ത് കുറച്ച് ഫ്ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താഴോട്ട് ആ ഒരു മാർക്ക് ചെയ്തതിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ടത്ര ഫ്ലെയർ കൊടുക്കുക. ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 22 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ അത്രയും എടുക്കേണ്ടതുകൊണ്ട് ലൈനിങ്ങിൽ നമ്മൾ 20 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നോർമൽ നമ്മൾ ചെയ്യുന്ന കുർത്തിയൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ ബേബീസിനാവുമ്പോൾ ഇവർ ഈ ചെറിയ പ്രായത്തിലൊക്കെ ഈ സൽവാറൊക്കെ ഇട്ട് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ശരിക്കും അവരുടെ പാരൻസാണ്. ഞാനും സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്യുന്ന നമുക്ക് നമ്മുടെ മക്കൾക്ക് അടിക്കാൻ സത്യം പറഞ്ഞാൽ സമയമില്ല. എന്നാൽ ചിലരൊക്കെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ ഡിസൈൻ ചെയ്യിപ്പിക്കണ കാണുമ്പോൾ നമുക്ക് എത്ര ഇതില്ല അവർ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ തോന്നും. ഇപ്പം നമ്മൾ ലൈനിങ്ങിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത് പ്ലെയിൻ, നമുക്ക് റെഫറൻസ് അയച്ചു തന്നതിൽ പ്ലെയിൻ ആയിരുന്നു ബോട്ടം വന്നിരുന്നത്. പക്ഷേ പ്ലെയിനേക്കാളും ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ ഭംഗി തോന്നിയത് ഈ സെയിം ക്ലോത്ത് തന്നെയാണ്. ഞാൻ പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിം ക്ലോത്തിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടവും നമ്മൾ ആ ഒരു ക്ലോത്തിൽ തന്നെ ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക്കിലേക്ക് ലൈനിങ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അടിഭാഗത്താണ് ആ ഒരു ഷേപ്പിൽ വ്യത്യാസം വരുന്നത്. നോർമൽ ഷേപ്പ് അല്ലാണ്ട് നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ലെങ്ത്ത്. അതിന് ശേഷം നമ്മൾ സെൻറ്റർ ഭാഗത്തു നിന്നായിട്ട് ഒരു സ്ലോപ്പ് പോലെ, ഒരു കർവ് ഷേപ്പ് പോലെ താഴോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് വേണ്ട ലെങ്ത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റ്സും നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിഭാഗം സ്ലോപ്പ് വരുന്ന പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നെക്കും അതേപോലെ ആം റൗണ്ടും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കസ്റ്റമർക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ലൈനിങ് ഇത്രയും ഡാർക്കായിട്ട് എടുത്തത്. അല്ലാണ്ട് ഈ ഒരു സെയിം കളർ കിട്ടാണ്ടല്ല. അവർക്കെന്തോ ഫങ്ഷന് മോമൻ ഡോട്ടറായിട്ട് ചെയ്യാനായിരുന്നു. മോമിൻ്റെ ഡ്രസ്സ് അവർക്ക് റെഡിമെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് മാച്ച് ചെയ്യുന്നൊരു ഡ്രസ്സാണ് നമ്മളടുത്ത് പറഞ്ഞത്. കുറേ മെറ്റീരിയൽസ് നോക്കി ഒരു കളറും അതിലേക്ക് മാച്ചായിട്ട് വന്നില്ല. ലാസ്റ്റ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ആ ഒരു ഷെയ്ഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലൈനിങ് കുറച്ച് ഡാർക്കാക്കിയിട്ട് അവരുടെ ഒരു കളറിന് അനുസരിച്ച് എടുത്തതാണ്. എത്രത്തോളം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇട്ടിട്ട് നമുക്ക് ഫോട്ടോസ് അയക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് നെക്കാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തത്. 2.5 ഇഞ്ചാണ് നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ 2.5 ഇഞ്ച് നമ്മൾ നെക്ക് ലെങ്ത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് 2.5 ഇഞ്ച്
മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്ക് ലെങ്ത് ആയിട്ട് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിന് കൂടുതൽ കൊടുക്കാം. ഇപ്പം ഞാനൊരു ബാക്കിൽ ഒരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നെക്കിന് കുറച്ച് കുടുങ്ങിയ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ചെറിയ നെക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ തല കിടക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് നമ്മൾ ബാക്ക് ഓപ്പൺ കൊടുക്കുന്നുണ്ട്, 5 ഇഞ്ച് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഹുക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബാക്കിൽ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളൊന്ന് ക്രൂസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടാണ് ഈ ഒരു സൽവാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിതിൻ്റെ 2 സൈഡും ഇനി ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൽ ലേസാണ് വെച്ച് കൊടുക്കാനുള്ളത്. എനിക്കൊരു വലിയ അത്യാവശ്യം വീതിയുള്ള ലൈസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വാങ്ങിയത് ഇങ്ങനൊരു ലൈസായിരുന്നു. അതായത് ആദ്യം ഒരു തിന്നായിട്ടുള്ള ഒരു ലൈസ്, അതിന് ശേഷം വേറൊരു ഡിസൈനിലുള്ള ഒരു ലൈസ്, വീണ്ടും ഈ സെയിം ലൈസ്, അങ്ങനെ 3 ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു ലൈസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ പിന്നെ ഒരു നല്ലൊരു അടിപൊളി ലുക്കും ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളൊക്കെ ഇനിയിപ്പോൾ ആ മോളിട്ടിട്ടുള്ള ഫോട്ടോസ് കിട്ടുമ്പോൾ ഞാനതിൽ ഷെയർ ചെയ്യാം. ഇതിലില്ല, ഈ വീഡിയോയിലില്ല, എനിക്ക് കിട്ടിയില്ല. ഒരു ഫങ്ഷൻ വരുന്നത് 9th അപ്പോൾ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് ഓരോ വർക്ക് കഴിച്ച് വേഗം കൊടുക്കലായിരുന്നു. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനാണ് നമുക്ക് ടൈം എടുക്കുന്നത്. ഒരു സ്റ്റിച്ചിങ് കൂടുതലൊക്കെ ആകുമ്പോൾ നമുക്ക് എഡിറ്റിങ്ങിനൊക്കെ ടൈം കിട്ടാണ്ടാണ് ലേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടത്തിൻ്റെ അടിയിൽ ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിൻ്റെ കട്ടിങ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ ട്രൈപോഡിൻ്റെ ഫോൺ വെക്കുന്ന ഭാഗം പൊട്ടി വീണുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ആംഗിളിൽ 2 സ്റ്റാൻഡൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ മാസം കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും പുതിയത് വാങ്ങിക്കേണ്ട ഒരവസ്ഥയായി. കത്രിക വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ട്രൈപോഡിൻ്റെ സ്റ്റാൻഡിൻ്റെത്, പിന്നെ ഇപ്പം മൈക്കും കൂടി നാശമായിട്ടുണ്ട്. ഇന്നത്തെ റെക്കോർഡിങ് മൈക്കില്ലാതെയാണ്. എങ്ങനെയാണ് വോയിസ് വരിക എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.